നേരത്തെ വന്നാ ഒന്നും പറയണ്ട, ഫോണാകെ ഓഫായിട്ട്. മുതലാളി വന്നിനു ചോദിച്ചിന്. അല്ല, ഇന്നലെ ഇന്റർവ്യൂ പോയിട്ട് എന്തായി? അതിനെക്കുറിച്ചൊന്നും പറയണ്ട. ഒരു പോസ്റ്റും 100 ആൾക്കാരും ഉണ്ടായിരുന്നു. എന്ത് ചെയ്യാനാണ്, കിട്ടാനൊന്നും പോണില്ലത്. അപ്പൊ അതും പോയില്ലേ? ആടാ. എടാ സുഖേ, നീ ഇതെവിടെയായിരുന്നു? ഇന്ന് തീർക്കണം കേട്ടോ. അങ്ങനെയാണെങ്കിൽ വിളിച്ച് നല്ല തൊല്ലയാ. നാളെയാണെ ഗോവിന്ദാൻ്റെ വീട്ടിൽ 2 തച്ചും കൂടി ഉണ്ട്. അങ്ങനെ വിളിക്കണം ഇയാൾ. ഹലോ, ഇന്നത് കൂടെ തീരും. അയ്യോ, നാളെ നമുക്ക് അടുത്ത പണിയുള്ളതല്ലേ. ഇന്ന് വൈകുന്നേരത്തിനുള്ളിൽ തീർത്ത് തന്നേക്കാം. ഉറപ്പായിട്ട് എൻ്റെ മനുഷ്യ ഒന്ന് മനസ്സിലാക്ക്. ഇന്ന് തീർക്കണം കേട്ടോടാ. എടാ സുഖു, ഞാനൊന്നും വൈകുന്നേരം ഉണ്ടാവത്തില്ല. ഇന്നത്തെ തച്ച് പിടിച്ചെന്നാ. എനിക്കൊരു 500 കൂടുതലുണ്ടായിരുന്നു. പകടി ചെറിയൊരു പരിപാടി ഉണ്ടായിരുന്നു. എന്നാൽ പിന്നെ 2 കൂടെ ഞാൻ പിന്നെ ഗൂഗിൾ പേ തേക്കാം. വൈകിട്ട് എന്താ പരിപാടി? വേറെ പണിയൊന്നുമില്ല, ഇങ്ങനെ വീട്ടിലേക്ക് വരട്ടോ. നിനക്ക് എന്താ ചായ കാപ്പിയാ? എനിക്കൊരു സ്ട്രോങ് പറഞ്ഞേ. ചേട്ടൊരു സ്ട്രോങ് ചായ, ഒരു കാപ്പി. എന്താടാ, എന്ത് പറ്റി? ഓളാണ് ഏട്ടാ വിളിച്ച്. വീട്ടിലൊക്കെ ആകെ സീനാന്നാ പറയുന്നത്. വേറെ കല്യാണമൊക്കെ നോക്കുന്നുണ്ട്. ഇന്നൊരു കൂട്ടർ വന്നു എന്നാ പറഞ്ഞു. എനിക്കൊരു ജോലിയൊന്നും ഇല്ലാതെ ഞാൻ എങ്ങനെയാട്ടാ? വിസ വന്നിരുന്നെങ്കിൽ പുറത്തെങ്കിലും പോയായിരുന്നു. ഇതിനാണ് നീ ഇത്ര ടെൻഷൻ അടിക്കണേ? അല്ലേലും നിങ്ങളോട് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. നിങ്ങളിങ്ങനെ ഫ്രീ ബേർഡായി നടക്കരുത്. ഞാനാ ഫ്രീ ബേർഡാ? 28 വയസ്സ് കഴിഞ്ഞ്. കൂടെ പഠിച്ചവർക്കൊക്കെ കല്യാണം കഴിഞ്ഞ് പിള്ളേരായി. ഞാനാണെങ്കിൽ എഴുതാത്ത ടെസ്റ്റുകളില്ല, പോവാത്ത ഇൻ്റർവ്യൂകളില്ല. പുറത്തേക്കൊക്കെ നോക്കിയാടാ, പക്ഷേ വീട്ടിൽ അമ്മ ഒറ്റക്കല്ലേ ഉള്ളു. നമ്മളെങ്ങനെയാ അമ്മ ഒറ്റക്കാക്കിയിട്ട് ഇങ്ങനെ വീട്ടിലെ പുറത്തുനിന്നൊക്കെ പോണേ? എനിക്കെൻ്റെ അമ്മനെ പൊന്നുപോലെ നോക്കണം. അതിന് പെയിൻ്റ് പണി ധാരാളം. നമ്മക്കവിടെ അമ്മ നാടും വീടും ചെണ്ടമേളവും പൂരമൊക്കെ അടിച്ചുപിടിച്ച് ആഘോഷങ്ങൾ പോവാടാ. ഹലോ, അതെ പോരാ. ഹാപ്പി ബർത്ത്ഡേ അമ്മ. ഇതൊക്കെയാണ് എൻ്റെ സന്തോഷം. ചിലപ്പോൾ എൻ്റെ പഠിപ്പിനനുസരിച്ചുള്ള ജോലി എനിക്ക് കിട്ടിയിട്ടുണ്ടാവില്ല, അതില്ലെങ്കിൽ മറ്റൊന്ന്. പക്ഷേ ഈ കൊച്ചു ജീവിതത്തിൽ ഞാൻ കുന്നോളം ഹാപ്പിയാണ്. എവറിത്തിങ് ഹാസ് എ റീസൺ ആൻഡ് എവറിത്തിങ് നീഡ്സ് ടൈം.